ഇനി നമുക്ക് പ്രമേഹം എന്ന അസുഖത്തെക്കുറിച്ച് പരിചയപ്പെടാം. പ്രമേഹം, ഇംഗ്ലീഷിലെ ഡയബറ്റിസ് മെലിറ്റസ്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തം പരിശോധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ 100 ml രക്തത്തിൽ 126 മില്ലിഗ്രാം ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം. അതിൽ കുറവോ അതോ ഉണ്ടായിരിക്കണം. എന്നാൽ ആ 126 mgയിൽ കൂടുതൽ വന്നാൽ, അങ്ങനെ രക്തത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടായാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? പ്രമേഹം. അതായത് 100 ml രക്തത്തിൽ 126 മില്ലിഗ്രാമിൽ കൂടുതൽ എന്ത് വരാൻ പാടില്ല? ഗ്ലൂക്കോസ് വരാൻ പാടില്ല. അതിൽ കൂടുതൽ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ കുറവാണ് ഈ പ്രമേഹം ഉണ്ടാവാനുള്ള കാരണം. അതായത് ഇൻസുലിൻ എന്ന ഹോർമോൺ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉണ്ടാകുന്ന കുറവാണ് പ്രമേഹം ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്നത് കാണാറുണ്ട്. ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇൻസുലിൻ എന്ത് ചെയ്യുന്നത്? കുത്തിവെക്കുന്നത്. ഓക്കെ.